നിങ്ങളിൽ വലിയവനാകാൻ ശ്രമിക്കുന്നവൻ നിങ്ങളിൽ ചെറിയവനാകും. നിങ്ങളിൽ ചെറിയവനാകാൻ ശ്രമിക്കുന്നവൻ നിങ്ങളിൽ വലിയവനാകും. സ്ഥാനം ഉറപ്പിച്ചുകൊണ്ടുള്ള ഒരു ഉപദേശമാണ് അന്ന് നൽകിയത്. അതുകൊണ്ട് ആ കുരിശ് വെച്ച ഷേപ്പ് മിണ്ടൂലാന്ന ചില സമയത്ത് അങ്ങനെയാ. ഇരിക്കണ്ടല്ലോ, എന്നാ അവിടെ ഇരിക്കട്ടെ, ഞാനും ഇവിടെ ഇരിക്കാം. ഇതിലാട്ടോ നമ്മൾ മുറിച്ചിടുന്നത് ഓരോരുത്തർക്കും 3 ബൗള്. കുരിശ് 2 അതിലേക്ക് വയ്ക്കാം. പെസഹ കഴിക്കുന്നതിന് മുന്നേ ഉള്ള ഒരുക്കങ്ങളുടെ ചില ബിഹൈൻഡ് ദ സീൻസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതിലേക്ക് നോക്കിയിരിക്കുന്ന ശരിക്കും ആയിട്ട് മതി. ഇതൊന്ന് പബ്ലിഷ് ചെയ്തിട്ട് ഒരു സെക്കൻഡ് എന്നിട്ട് തുടങ്ങാലോ. ഒരു സെക്കൻഡ് ബാക്കിയൊക്കെ റെഡി ആയി വെച്ചേക്കോ. എന്നാൽ കുരിശിങ്ങി മാറ്റാം. അല്ല, പട എടുക്കണമായിരിക്കും അല്ലേ വീഡിയോ കഴിയാം. അപ്പം ഞാൻ മൈക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഓടുന്നതാണ് കേട്ടോ. കാരണം അത് മറന്നു പോകാൻ പാടില്ലല്ലോ, അല്ലെങ്കിൽ സൗണ്ട് വളരെ കുറച്ചേ കേൾക്കുള്ളൂ. മൈക്ക് എടുത്ത് എല്ലാവർക്കും കണക്ട് ചെയ്ത് പിന്നെ ഫോണിൽ നമ്മുടെ കേബിൾ കണക്ട് ചെയ്ത് അങ്ങനെ കുറച്ചധികം അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട് നമ്മൾ വീഡിയോ എടുക്കുന്നതിന് മുന്നേ. അപ്പോൾ മൈക്കൊക്കെ കണക്ട് ചെയ്തു. ഇനി ഷോർട്സിനുള്ള വീഡിയോസ് ഞാൻ എടുക്കുകയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. പ്ലേറ്റും അല്ലേ, ബൗള് അല്ല, 2 ഏറ്റവും മനോഹരമായിരിക്കുന്ന ഈ ഇതാ ടേബിൾ മാറ്റോ. ഈ കുരിശിട്ട ഈ സ്പൂണിൻ്റെ കൂടെ ഒന്ന് എടുത്തോ. അപ്പ സ്പൂൺ വെച്ചിട്ടുണ്ട്. കുരിശ് 2 അപ്പ ശരിയാക്കി തന്നാട്ടോ. അത് പടം പിടിക്കാൻ മറന്നുപോയി. നേരത്തേക്കും വേറൊരു ആവശ്യത്തിനൊരു ചേട്ടൻ വന്നു ഇവിടെ. ഉദാഹരണം അപ്പ പറമ്പിലേക്ക് അതിൻ്റെ ആവശ്യത്തിന് പോയതാ. അപ്പോൾ ഇന്ന് പെസഹ വ്യാഴാഴ്ചയാണ്. നൊയമ്പിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്. ഇന്നേ ദിവസം, അതായത് യേശുക്രിസ്തു ക്രൂശാരോഹിതനാകുന്നതിൻ്റെ തലേ ദിവസം രാത്രി യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെ എല്ലാം അദ്ദേഹം മർക്കോസിൻ്റെ മാളികയിലേക്ക് വിളിക്കുന്നു. രാത്രി അവിടെ വച്ച് ഈ 12 ശിഷ്യന്മാരുടെയും കാലുകൾ കഴുകി തുണി കൊണ്ട് തുടച്ച് ആ കാലിനെ ചുംബിക്കുന്നു. നിങ്ങളിൽ വലിയവനാകാൻ ശ്രമിക്കുന്നവൻ നിങ്ങളിൽ ചെറിയവനാകും. നിങ്ങളിൽ ചെറിയവനാകാൻ ശ്രമിക്കുന്നവൻ നിങ്ങളിൽ വലിയവനാകും എന്നുള്ള ഒരു ഉപദേശവും അവർക്ക് കൊടുത്തു. യേശുക്രിസ്തുവിൻ്റെ സൗമ്യതയുടെയും അദ്ദേഹത്തിൻ്റെ സഹിഷ്ണുതയുടെയും ഒരു വലിയ സംഭവമായിട്ടാണ് ഈ കാല് കഴുകൽ നടക്കുന്നത്. അതിനുശേഷം യേശുക്രിസ്തു 12 ശിഷ്യന്മാരോടൊപ്പം അത്താഴം കഴിക്കാനായിട്ടിരിക്കുന്നു. അപ്പവും വീഞ്ഞുമാണ് ആഹാരം. അപ്പം അപ്പം എടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം അവർക്കെല്ലാം വീതിച്ചു കൊടുത്തിട്ട് പറയുന്നു, ഇതെൻ്റെ ശരീരമാകുന്നു എന്ന്. അതുപോലെ വീഞ്ഞും പ്രാർത്ഥിച്ചതിന് ശേഷം അവർക്ക് വീതിച്ചു കൊടുക്കുന്നു. എന്നിട്ട് പറയുന്നു, ഇതെൻ്റെ രക്തമാകുന്നു എന്ന്. എന്നിട്ട് വേറൊരു കാര്യം കൂടി അവരോട് പറയുന്നുണ്ട്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയിലെ യേശുക്രിസ്തുവിനും സ്ഥാനം ഉറപ്പിച്ചുകൊണ്ടുള്ള ഒരു ഉപദേശമാണ് അന്ന് നൽകിയത്. അതിൻ്റെ ഒരു സ്മരണയ്ക്കായിട്ടാണ് ക്രിസ്ത്യൻസ് പെസഹ വ്യാഴാഴ്ച അപ്പവും, നമുക്ക് അവരുടെ അപ്പവുമായിട്ട് വ്യത്യാസമുണ്ട് എങ്കിലും അപ്പവും നമ്മൾ പാലാണ്, മധുരമുള്ള പാലാണ് ഈ വീഞ്ഞിന് പകരം നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അപ്പവും പാലും ഉണ്ടാക്കി കഴിക്കുന്ന ഒരു ചടങ്ങ് നൊയമ്പിൻ്റെ അവസാന ഭാഗമായ ഈ പെസഹ വ്യാഴാഴ്ച ക്രിസ്ത്യൻസ് ആചരിച്ചു വരുന്നു. അതിൻ്റെ ഓർമ്മയ്ക്കായി നമ്മളും ഇവിടെ അപ്പവും പാലും ഉണ്ടാക്കിയിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ കഴിക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. അപ്പോൾ ഒരപ്പം എപ്പോഴും കുരിശിൻ്റെ ഒരു രൂപം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പാലും അതുപോലെ തന്നെ കുരിശിൻ്റെ രൂപമുണ്ട്. അപ്പോൾ അപ്പം മുറിക്കുന്ന അവസരത്തിൽ ആ കുരിശ് നമ്മളെടുത്ത് മാറ്റും, പാലിൽ നിന്നും ആ കുരിശെടുത്ത് മാറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം അപ്പം മുറിക്കാനായിട്ട് പോവുകയാണ്.
കുരിശ് നമ്മൾ ഇതിലേക്ക് അതെ, ഷേപ്പ് അതുണ്ട്. അതുകൊണ്ട് ആ കുരിശ് വെച്ച ഷേപ്പ്. കത്തി എടുത്തോ. അല്ല, അതിവിടെ വെച്ചു. പണ്ട് ഇവിടെ അമ്മച്ചി ഉണ്ടാക്കുന്നത് ഉണക്കലരി കൊണ്ടായിരുന്നോ? ആണോ? അന്ന് അതിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ, കൃഷിയല്ലേ. പിന്നെ പിന്നെ എങ്ങനെയാ നമ്മള് പച്ചരിയിലേക്ക് മാറിയ? ഈ കൃഷി നിന്നപ്പേ, കൃഷി പാടത്തെ കൃഷി നിന്നപ്പേ അന്നേരം ഉണക്കലരി ലഭ്യതയില്ല കടകളിൽ. അത് കഴിഞ്ഞ് പിന്നെ ഉണക്കലരി തുടങ്ങി. പിന്നെ ഞാൻ കഴിഞ്ഞ കൊല്ലം ഞാൻ ഓർത്തു നമുക്ക് കോട്ടപ്പള്ളിയിലെ അമ്മായി എന്നോട് പറഞ്ഞിട്ട് ഉണക്കലരിയും കൊണ്ട് ഉണ്ടാക്കാതെ ഇച്ചിരിയോടെ രുചിയും കളറും കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് കഴിഞ്ഞ വർഷം ആദ്യമായിട്ട് നമ്മൾ ഉണക്കലരിയെ കയറി പിടിച്ചത്. അങ്ങനെ അത് അതിലേക്ക് പ്രസ് ചെയ്ത് വെച്ചല്ലേ നമ്മൾ അടുപ്പിൽ വെച്ചത്, അതുകൊണ്ട് ആ പാട് വന്നു അങ്ങനെ കറക്റ്റായിട്ട്. ആ പ്ലേറ്റിനും നല്ലൊരു ഭംഗിയുണ്ട്. അതുണ്ട്, അത് ഞാൻ മനസ്സിൽ കണ്ടുകൊണ്ടാ അത് ഓർഡർ ഇട്ടത്. ഓ, അപ്പൊ ഇങ്ങനെ കറക്റ്റ് ഈക്വൽ. അത് നിനക്ക് അറിയാവുന്നതല്ലേ. 3 സോസർ പ്ലേറ്റുകൾ ഇരിപ്പുണ്ട്. ഞാനില്ലേ ഇത് മാറ്റി വെച്ച അപ്പയ്ക്ക് ഇഷ്ടപ്പെടൂല, അപ്പൊ ഒരേ രീതിയിൽ വെച്ചതാ. ഞാനിപ്പോ കൈ തൊട്ടിച്ചിട്ട് മാറി, അതത്ര ഇഷ്ടപ്പെടൂല. ചില സംഗതികൾ അങ്ങനെയാ. നീ എപ്പോഴും എന്നോടും പറയൂല ചില കുക്കിങ്ങിന് അമ്മ മിണ്ടൂലെന്ന്. ചില സമയത്ത് അങ്ങനെയാ, ശരിയാവൂല. കാര്യങ്ങൾ ചിട്ടയായിട്ട് പോണം. എനിക്ക് സ്വല്പം ഇട്ടാൽ മതി കേട്ടോ, ഉഴുന്നൊക്കെ അല്ലേ. അതാ വൈകിട്ട് സമയം. അതല്ല, എനിക്ക് വയറിനൊക്കെ ഇഷ്യൂസ് ഉള്ളതല്ലേ, അതുകൊണ്ടാണ്. വൈകിട്ടൊക്കെ കഴിച്ചാൽ ശരിയാവൂല മോനെ, ചിലപ്പോൾ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് വരും. അതാ. പകലാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ദുഃഖ വെള്ളിയാഴ്ച കഴിക്കുന്ന അങ്ങനെയല്ല. പള്ളിയൊക്കെ കഴിഞ്ഞു വന്നില്ലേ, സന്ധ്യ പള്ളി കഴിഞ്ഞു വന്നിട്ട് ഉപയോഗിക്കാവുള്ളൂ എന്തായാലും. 4-5 മണിയൊക്കെ ആയിട്ട്. പള്ളിയിൽ കഞ്ഞി ഉണ്ടല്ലോ, മതി എനിക്ക് മതി. പിന്നെ അതൊക്കെ ഉപയോഗിക്കും. ബാക്കി ഇരിക്കൂലോ എന്തായാലും, ഇച്ചിരി ആയിട്ട് അല്ലല്ലോ, എന്തായാലും 2 അപ്പെങ്കിലും ഉണ്ടാവൂലേ വീടുകളിൽ. അപ്പോൾ ബാലൻസ് എന്തായാലും വരും. എനിക്ക് ഇതിൽ മതി കേട്ടോ, ഏറ്റവും ചെറുത്. അപ്പം അത് നമുക്ക് കുരിശിടാത്തവരപ്പം ഇരിപ്പുണ്ട്, അത് ചുട്ടപ്പോൾ കണ്ടല്ലോ. നാളെ പിന്നെ വേറെ ആഹാരമൊന്നും ഇല്ല. ആ കുരിശ് ഇതിലേക്ക് വെച്ചോ കേട്ടോ, അതിൻ്റെ കുഴിയൻ കയ്യിലെടുക്കുക എന്നിട്ടോ ഇതിലേക്ക് വെച്ചോ, കുഴപ്പമില്ല. അതൊരു കത്തി കൊണ്ടേ ഈസി ആയിട്ട് എടുക്കാം, അല്ലാതെ എടുത്തൂല. കമത്തി വേണമെങ്കിൽ വെച്ചോ. അല്ല, കമത്തി വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പാട് വരും. ഞാൻ പറഞ്ഞ അങ്ങനെയല്ല. ഇനി അഭിപ്രായം വേണ്ട. അല്ല, അല്ലെങ്കിൽ അതിന്റെ മറ്റേ ഭാഗമല്ലേ കാണുമോ? നല്ല കൊഴുപ്പാ. നമ്മളാ വാങ്ങിയത് കറക്റ്റ് ഇതാ, കാരണം 2 കുറിയ കണ്ടോ, കൂടുതൽ കുറിയ അപ്പം പോലെ ആയിപ്പോവും. പിന്നെ അതാ ഞാൻ ആ പാകത്തിന് വാങ്ങാന്ന് പറഞ്ഞു. അത് അപ്പയ്ക്കുള്ളതായിരിക്കും ആർക്കെങ്കിലും. എനിക്കിത് ഇത് മതി, കുറച്ച് മതി എനിക്ക്. അപ്പം കൂടെ ഇതിലിട്ടാക്കാം. പഴവും ചേർത്ത് കഴിക്കാൻ ലാസ്റ്റ്. അത് പഴം ഇഷ്ടമുള്ളവർ പഴം അരിഞ്ഞ് വെട്ടിക്കാട്ടുമ്പോൾ ഇച്ചാച്ചൻ പഴം അരിഞ്ഞിട്ട് കഴിക്കുമായിരുന്നു. ഇനിയിപ്പോൾ ആ ചടങ്ങ് കഴിഞ്ഞു. ഇനി എല്ലാവർക്കും ഇഷ്ടം പോലെ ആവശ്യം പോലെ എടുത്ത് ഇഷ്ടം പോലെ കഴിക്കാം. അതുപോലെ നമ്മുടെ പള്ളിയിൽ ഇന്നലെയായിരുന്നു കേട്ടോ ചടങ്ങുകൾ. വൈകിട്ട്, ബുധനാഴ്ച വൈകിട്ടായിരുന്നു ചടങ്ങുകൾ. അത് കട്ട് ചെയ്ത് വെക്കണോ? അപ്പം വേണ്ട അല്ലേ, അന്നേരം കട്ട് ചെയ്താൽ പോരെ. എന്നാ കഴിച്ചോ, കഴിക്കാം. നല്ല കുതിരും പാലിൽ കിടന്നു. ഇത് ആചാരപരമായിട്ടുള്ള ഒരു അപ്പമാണ്. ഇത് നമ്മൾ സാധാരണ അപ്പം പോലെ അങ്ങനെ രുചികരമായ ഒരു അപ്പമല്ല. ഉഴുന്ന് ചേർന്നതാണ്, ഹാർഡുമാണ്. പിന്നെ അതെല്ലാം ഓരോന്നിനും ഓരോ രീതികളുണ്ടല്ലോ അതിൻ്റെതായ. ഈ പാല്, ഈ ശർക്കര നല്ലതായതുകൊണ്ടാണ്.
നല്ല ശർക്കരയുവാ തോന്നത്തെ, കളറും ഉണ്ട് ശർക്കരക്ക്. അത്രയും തേങ്ങാപ്പാൽ ചേർത്തെങ്കിലും ശർക്കരയുടെ കളറ് മാറിയിട്ടില്ല അല്ലേ? 1 കിലോയ്ക്ക് 90 രൂപയ്ക്കാണ്. 90 അല്ലല്ലോ. കവറിലുണ്ട്. ഇല്ല, കവറിലില്ലായിരുന്നു. 90 അല്ലേ? 90 കൊടുക്കാൻ കൂടുതലുണ്ടാവും. മാർജിൻ ഫ്രീ എന്നാട്ടോ. സ്ഥിരം മേടിക്കുന്ന മറയൂർ ശർക്കരയാണല്ലോ. ഇനി കഴിക്കാം. വെളുത്തുള്ളിയുടെയും ജീരകത്തിൻ്റെയും ഒക്കെ രുചിയുണ്ട്. നല്ല രുചിയുണ്ട്. വെളുത്തുള്ളി നന്നായിട്ടിടണം, അതല്ലേ? വെളുത്തുള്ളി വേണം. ഇല്ല, ഇതിന് ചുമന്നുള്ളി ഇടണ എന്നാന്നോ? ചുമന്നുള്ളി ഇടുന്നത് ചുടണതിന്. പിന്നെ ഒരു പ്രാവശ്യം പെസകായ്ക്ക് നമ്മൾ ചുമന്നുള്ളി മൂപ്പിച്ച് മാവിൽ മിക്സ് ചെയ്തേച്ച് അപ്പം പുഴുങ്ങിയിട്ടുണ്ട്. ചുടണേനാണ് കൂടുതലും ചുമന്നുള്ളി ചേർക്കണത്. അത് അമ്മായി എന്നോട് പറഞ്ഞാന്ന്. പുഴുങ്ങണേന് ചുമന്നുള്ളി ഇടൂലടിയെന്ന്. ഓരോ സ്ഥലത്തും ഓരോ രീതിയിലായിരിക്കും ഇത് ഉണ്ടാക്കുന്നത്. ചിലര് പുളിപ്പിച്ചുണ്ടാക്കും. അപ്പത്തിന് ഈ പ്രാവശ്യം ഇരുണ്ട നിറമാണല്ലോ. അത് ഉണക്കലരി കഴിഞ്ഞ പ്രാവശ്യം അതെയായിരുന്നു. പച്ചരി കൊണ്ട് ഉണ്ടാക്കുമ്പോഴാ ക്രീം കളർ വരുന്നത്. ഞാൻ ഇന്നലെ മേടിപ്പിച്ച ചേരി 1 kgക്ക് 66 രൂപയാണ്. കഴിഞ്ഞ വർഷം ഇത് ഉണ്ടാക്കിയപ്പോ ഞാനാ പറഞ്ഞത് ഇത്തവണ ഉണക്കലരി മതി. അത് മുഴുവൻ എടുക്കാം. 1.5 ഗ്ലാസ്. ബാക്കി ഇനി കഞ്ഞി വെക്കാൻ എടുക്കാന്ന് ഓർത്താ. ഉണക്കലരി കഞ്ഞി നല്ലതാ. ഇനി ഉണ്ടല്ലോ ദിവസങ്ങൾ. ഇപ്പൊക്കെ ഇഷ്ടമല്ല ഉണക്കലരി കഞ്ഞി. അതാ ചോറ് ഇതുണ്ടാവൂല, കഞ്ഞിക്ക്. അങ്ങനെ ഞാനും കഴിക്കാനായിട്ട് ഇരുന്നു. അപ്പോൾ ഏകദേശം ഈക്വൽ ആയിട്ടാണ് അപ്പമൊക്കെ മുറിച്ചിരിക്കുന്നത്. അതുപോലെ പാലൊക്കെ ഒഴിച്ച് കഴിക്കാനായിട്ട് തുടങ്ങുകയാണ്. നമ്മൾ ഇതിൻ്റെ ഒരു ഷോർട്ട് ഇട്ടപ്പോൾ നമ്മുടെ ഒരു വ്യൂവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് പെയിൽ കളറായിട്ട് കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ലാസ്റ്റ് ഇയറിൽ വെള്ളം വെച്ചിട്ടാണ് ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നെക്സ്റ്റ് ഇയർ നമുക്കിനി നോക്കാം കേട്ടോ. ഇത് രുചി കറക്റ്റ് ആയിരുന്നെങ്കിലും കളറ് നമുക്ക് ഇപ്പോഴും ഡാർക്ക് ബ്രൗൺ തന്നെയാണ് ഇരുന്നത്. ടേസ്റ്റും ഉണ്ടായിരുന്നു, പക്ഷെ കളറിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞതേ. അങ്ങനെ ഞാനും കഴിക്കുവാണ്. ഞാൻ ഏറ്റവും അവസാനം കഴിക്കണേ, കാരണം ഫോട്ടോയൊക്കെ എടുക്കാനുള്ളായിരുന്നു. എടുത്തിട്ടും പോരാ. അതെ. അപ്പോൾ നമ്മൾ ഈ പാത്രമൊക്കെ മേടിച്ചത് ഇതിനു വേണ്ടി മാത്രം മേടിച്ച പാത്രം. അപ്പം നമ്മൾ തൃപ്തിയാകുന്ന രീതിയിൽ ഫോട്ടോ എടുക്കണമല്ലോ. കോഴിക്കോട്ടേക്ക് വേണ്ടി 2 ബൗള് കോഴിക്കോട്ട. അത് നമുക്ക് കറി എടുക്കാം ഈസ്റ്ററിന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്. അതെ. അരിപ്പൊടിയുടെ ഒക്കെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതും പിന്നെ കുറുക്കുമ്പോൾ അരിപ്പൊടി ചേർക്കൂലേ, പാല് കുറുക്കുമ്പോൾ. അന്നേരം അതിൻ്റെ രുചി വരും. അപ്പം ചുമ്മാ തിന്നാനും നല്ലതാണ്. പാല് കൂട്ടി കഴിക്കാനും നല്ലതാണ്. പാലാകുമ്പോൾ ഒരു മധുരം വരുന്നുണ്ട്. മധുരം ഒട്ടും മുന്നിലില്ല കേട്ടോ. ഇരുന്ന് കഴിഞ്ഞപ്പോൾ അതൊന്ന് പിടിച്ചു ശരിക്കും. ഞാൻ പറഞ്ഞില്ലേ കുത്തൽ വരില്ല. എനിക്ക് തോന്നുന്നു അരിപ്പൊടിയൊക്കെ ഒന്ന് വലിച്ചെടുക്കുള്ളൂ ശരിക്കും. പിന്നെ തേങ്ങാപ്പാൽ തലപ്പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് തിളപ്പിക്കുന്നില്ല. അതിനാണ് കുറച്ച് നേരത്തെ ഉണ്ടാക്കി വെക്കുന്നത്. ശരിക്കും അപ്പം പാലും ഉണ്ടാക്കണം ഉച്ച കഴിഞ്ഞിട്ടല്ലേ, ഡിന്നറിന് സമാനമായിട്ടല്ലേ? ഡിന്നറിനല്ല, അതിന് മുമ്പ് സന്ധ്യക്ക് സന്ധ്യ പ്രാർത്ഥന കഴിഞ്ഞിട്ട്. പിന്നെ അത്താഴം കഴിക്കുന്നതൊക്കെ കുറവായിരിക്കും മിക്കവാറും ഉള്ളിൽ ചെന്ന. പഴയ ആൾക്കാരൊക്കെ നന്നായിട്ട് കഴിക്കും. ഒത്തിരി കട്ടിയായിട്ടുണ്ടാക്കി ഒന്നാമത് സോഫ്റ്റ് അല്ലാത്തതുകൊണ്ട് ഇത് കടിച്ചാൽ മുറിയില്ല. അതുകൊണ്ടാണ് കനം കുറച്ചുണ്ടാക്കണേ. പഴം കൂട്ടി കഴിച്ചു നോക്കിയാൽ നല്ല രുചിയാ. അതിനെടുത്തോണ്ട് അവിടെ ഞാൻ ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് മേശ സെറ്റ് ചെയ്തുകൊണ്ടാണ് അവസാനത്തെ പരിപാടി. ഞാലിപ്പൂവും പഴം ചേർത്ത് പാലും ഒഴിച്ച് സ്വല്പം കൂടി പറഞ്ഞ് നല്ല ടേസ്റ്റാണ്. പഴം ചേർത്ത് ഞാൻ പറഞ്ഞില്ല വെട്ടിക്കാട്ടമംഗലം ഇച്ചാച്ചൻ കഴിച്ചാൽ ഞാൻ ഉണ്ടാക്കണം. വേറെ ആരും കഴിച്ച് ഞാൻ കണ്ടിട്ടില്ല. നോക്കട്ടെ കേട്ടോ. മൂക്ക് കടിക്കണം. ആരെങ്കിലും പറയണമായിരിക്കും. സഹ നല്ല ഞാലിപ്പൂമ്പഴാട്ടോ.